പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും ക്രിസ്തുവിനും ലഭിച്ച അതേ അനുഭവം ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമായിട്ടുള്ള കൃപയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സാവൂളിനോട് പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് സാവൂളിനെക്കുറിച്ച് അനനിയാസ് എന്ന ശിഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു രംഗമാണ്. അതായത് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ സ്നാനം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ച് തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട സഭാമക്കളെ പീഡിപ്പിക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ്റെ കണ്ണിലേക്കൊരു ഇടിമിന്നൽ കടന്നു ചെല്ലുന്നു. മിന്നലുളി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചേക്കുന്നത്. അവൻ താഴെ വീഴുന്നു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ സാവൂൾ കിടക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടത്തിലുള്ളവരെ കിട്ടേച്ച് പോയി കാണും. എങ്കിലും ഈ പറയപ്പെട്ട ഈ സാവൂൾ കിടക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ അടുത്താണ്. അതായത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ദൈവഭയമുള്ള ഒരു മനുഷ്യൻ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സാവൂളിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്. അവൻ വിളി കേട്ടു. കർത്താവേ, ഇതാ ഞാൻ. അവൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് റജുവേദി എന്ന് പറയപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർത്തോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് യൂദാസിൻ്റെ ഭവനത്തിൽ താർത്തോസുകാരനായ റജുവേദി എന്ന് പറയുന്ന സ്ഥലത്ത് യൂദാസിൻ്റെ ഭവനത്തിൽ താർത്തോസുകാരനായ സാവൂൾ എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വ്യക്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അനനിയാസിനോട് പറയുകയാണ്. ഉടനെ അനനിയാസ് കർത്താവിനോട് പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ തന്നെ പോകണോ? അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നതാണ്. അവൻ ഒത്തിരി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ അവൻ്റെ അടുത്തേക്ക് പോകണോ? ഈ മറുചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ അനനിയാസ് ഇത് പറയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോകുക. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. തുടർന്നാണ് 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും എല്ലാം മുമ്പിൽ എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. പരിശുദ്ധ സഭയിലെ ഓരോ മക്കളും ഇതൊന്ന് തിരിച്ചറിയണം. പരിശുദ്ധ സഭയിൽ മാമോദിസ എന്ന കൂദാശയുടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ, വിജാതിരുടെ ഇടയിൽ, സമൂഹത്തിലെ രാജാക്കന്മാരുടെ ഇടയിൽ
രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ, ഗുണ്ടായിസം നടത്തുന്ന വ്യക്തികളുടെ മുമ്പിൽ, കഴുത്ത് വെട്ടിക്കൊല്ലുന്ന വ്യക്തികളുടെ മുമ്പിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. ഓരോ ക്രിസ്ത്യാനിയും, ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്നവൻ. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ നാമം വഹിക്കേണ്ടവനാണ്. പക്ഷേ പലപ്പോഴും ക്രിസ്ത്യാനി അവരുടെ കൂട്ടത്തിലായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അവരിൽ ഒരുവനായി മാറി ആ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുവാനായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നുള്ള ബോധ്യമോ ചിന്തയോ അതിനുള്ള പ്രവർത്തന ശൈലിയോ ഇന്ന് ക്രിസ്ത്യാനിയിൽ നിന്ന് അന്യമായി പോയി. സമ്പത്തുണ്ടാക്കാനും സമ്പത്തുണ്ടാക്കുവാനും സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും നാട്ടിലെ കുട്ടി രാജാക്കന്മാരായി മാറുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന ക്രിസ്ത്യാനിയായി ഇന്ന് മാറിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമം വഹിക്കേണ്ട ഓരോ ക്രിസ്ത്യാനിയും. ഇവിടെ പറയാണ്, എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം അനനിയാസ് അവൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണിന് കാഴ്ച കിട്ടുന്നുണ്ട്. അതിനുശേഷം സാവൂൾ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ച് പൗലോസായി മാറ്റപ്പെടുന്നു. ആ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി സഹിച്ച് അവസാനം രക്തസാക്ഷിയായി മാറി. ഓരോ പീഡനങ്ങളും പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരോടെല്ലാം ക്ഷമിച്ച് സഹിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. അനുദിനം നമുക്കുണ്ടാകുന്ന പീഡനങ്ങളിൽ സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ, അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനും കർത്താവിൻ്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ മരണം വരെ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.